Hey guys, so let's explore Chef Pillai's restaurant at Trivandrum with me. വെയിറ്റിംഗ് ഏരിയനകത്തോട്ട് കയറുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഫോട്ടോസ്, ഒരുപാട് ഫേമസ് പേഴ്സൺസ് ആയിട്ടുള്ള ഫോട്ടോസ് ഒരു വാൾ ഓഫ് ഫെയിം പോലെ കാണാം. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അച്ഛൻ കയറി സീറ്റൊക്കെ പിടിച്ചു. ആൻഡ് ഇത് നമ്മുടെ ഈഞ്ചക്കിലുള്ള ബാർബിക്യൂ നേഷൻ്റെ റെനോവേറ്റഡ് സ്പേസ് ആണ്. ആദ്യം കാണിച്ചതാണ് ഇവിടുത്തെ ബാർ കൗണ്ടർ. ഓക്കെ, നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. മൈ അച്ഛൻസ് മൈൻഡ് വോയിസ് ബി ലൈക്ക്, ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഷെഫ് പിള്ള എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടേഴ്സ് തന്നെ വാങ്ങി തുടങ്ങി. നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് പറഞ്ഞത് വേണാട് പാൽക്കൊഞ്ചാണ്. ഇത് 420 റുപ്പീസിന് 7 പീസസ് ഓഫ് ടൈഗർ പ്രോൺസ് ആണ് വരുന്നത്. വളരെ ജ്യൂസിയും സക്യുലൻറ്റും ആയിട്ടുള്ള പ്രോൺസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല കോക്കനട്ട് ഓയിലിൻ്റെ എലിവേറ്റഡ് ഫ്ലേവർ ഉണ്ട് ഇതിൽ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തത് നമ്മൾ ഇഞ്ചിപ്പുളി ചിക്കൻ എന്ന് ആണ് ഞാൻ പറഞ്ഞ റീൽസിലൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ മെനുവിൽ എരിപ്പുളി ചിക്കൻ, ഇത് നമ്മുടെ പാലക്കാടൊക്കെ കിട്ടുന്ന പുളിയിഞ്ചി ഇല്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ഓക്കെ. പക്ഷേ അവരുടെ ചോയ്സ് ഓഫ് മീറ്റൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ആ ഒരു ഡിഷിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന മീറ്റായിരുന്നു അത്. ഇത് നമ്മുടെ തേനൊളി പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ പൈനാപ്പിളിൽ ഹണി ഓയിൽ ഒരു ഗ്ലേസ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് സ്പൈസിൻ്റെ ഗ്ലേസ് കൊടുത്തുള്ള സാധനം. അതായത് ഒരു അച്ചാറിൻ്റെ ഫീൽ വരും. എന്തായാലും നല്ല സാധനമായിരുന്നു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിഞ്ഞു. പിന്നെ മെയിൻ കോഴ്സിൽ നിക്ക ബിരിയാണി, മട്ടൺ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ചിക്കൻ വാങ്ങി. പിന്നെ ഫിഷ് നിർവാന, നൂൽ പൊറോട്ട, പിന്നെ ഇതൊക്കെ ബിരിയാണിയുടെ കോണ്ടിമെൻറ്റ്സ് ആണ്. എന്നിട്ട് ഇതിൻ്റെ കൂടെ മുട്ടയപ്പവും കൂടി ഉണ്ടായിരുന്നു. നിക്ക ബിരിയാണി പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റായിരുന്നു. അതായത് അതിൻ്റെ ആ കൈമ റൈസും ഒക്കെ സൂപ്പറായിരുന്നു. ഇത് മുട്ടയപ്പം അന്നത്തെ പ്രശ്നമാണോന്ന് അറിയാൻ വയ്യ. എന്തായാലും ഈസ്റ്റിൻ്റെ ഭയങ്കര ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഓവർ പവറിങ് ആയിരുന്നു ഈസ്റ്റിൻ്റെ ടേസ്റ്റ്. നൂൽ പൊറോട്ട അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലൊരു ക്വസ്റ്റ്യൻ കാണും, ഷെഫ് പിള്ളൈ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണോ എന്ന്. ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ ബില്ല് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം. എന്തായാലും ഇവിടുത്തെ ബിരിയാണിക്ക് 375 275 റുപ്പീസാണ്. ആ തേനൊളി പൈനാപ്പിളിന് 215 റുപ്പീസാണ്. പിന്നെ നമ്മുടെ ഫിഷ് നിർവാണയ്ക്ക് 850 റുപ്പീസാണ് റേഞ്ച് വരുന്നത്. വിത്ത് ടാക്സ് ആണ് പറയുന്നത്. അപ്പോൾ കുറച്ച് സേവൊക്കെ ചെയ്ത് വന്നാൽ എന്തായാലും കഴിക്കാൻ പറ്റും. അതായത് ഒരു 3 കോഴ്സ് മീൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഈ ഷെഫ് പിള്ളെ പോലെ ഒരു റെസ്റ്റോറൻറ്റിൽ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് വന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര കത്തിയാണെങ്കിൽ കയ്യിൽ നിൽക്കാതെ വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് വരട്ടെ, ഭയങ്കര കത്തിയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ട, അങ്ങനെ ഒരു മൈൻഡിലാണ് വന്നത്. പക്ഷെ എന്നാലും വലിയ കത്തിയൊന്നും ആയിരുന്നില്ല. നമ്മൾ മെയിൻ കോഴ്സ് കഴിച്ചിട്ട് ഒരു സുലൈമാനി ഓർഡർ ചെയ്ത് കുടിച്ചു. അതിനുശേഷമാണ് നമ്മുടെ താരം വന്നത്. ഇതിൻ്റെ പേര് കടുമാങ്ങ സംഭാരം പാനിപൂരി. അതായത് കടുമാങ്ങയുടെ സ്ലൈസസ് പൂരിക്കകത്തുണ്ട്, സംഭാരമാണ് ഇവിടെ പാനി. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചത് കടുമാങ്ങ ഒരു പാനി ആയിരിക്കുമെന്നാണ്. ബിക്കോസ് അങ്ങനെയല്ലേ, ടേസ്റ്റ് അനുസരിച്ചല്ലേ പാനി വരുന്നത്. ഖട്ട, തീഖ, മീഠ എന്ന് പറഞ്ഞിട്ട്. അതായത് ടാങ്കി, തീഖ, സ്പൈസി, പിന്നെ സ്വീറ്റ് പാനീസ് അല്ലേ വരുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ ഇന്നോവേഷൻ ശരിക്കും പൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ടേസ്റ്റ് വൈസ് അത്ര വലിയ വർക്കായില്ലെങ്കിലും ലൈക്ക് ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്ന ബുദ്ധിയാണെന്ന് തോന്നിപ്പോയി. കാരണം നമ്മുടെ നാട്ടിലൊരു രീതി ഉണ്ടല്ലോ, അച്ചാറ് മോരിലിട്ട് കുടിക്കുന്നത്. അതുപോലും ഇത്ര കീനായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് വലിയതായിട്ട് വർക്കായില്ല. കാരണം കായത്തിൻ്റെയും ഒരു എരിവിൻ്റെയൊക്കെ ഫ്ലേവറാണ്. പിന്നെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും സബ്ജക്റ്റീവ് അല്ലേ, അതുകൊണ്ടും ആയിരിക്കും. ഇത് നമ്മുടെ പാലട ക്രീം ബ്രൂളേ. ഒരു മാസ്റ്റർ ഷെഫ് ഹാർഡ് കോർ ഫാൻ ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെക്കുറിച്ച് അറിയാം, ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സും കഴിക്കേണ്ട എങ്ങനെയൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെക്സിംഗ് ആണ് അടുത്ത കാണാൻ പോകുന്നത്. ഷുഗർ ഇട്ടിട്ട് ടാമ്പ് വെച്ച് കാരമലൈസ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ക്രീം ബ്രൂളി പ്രഹസനം വലുതാണെങ്കിലും ടേസ്റ്റ് കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. പാലട പായസമാണ് സംഭവത്തിൻ്റെ മെയിൻ കമ്പോണൻറ്റ്. അടുത്തതാണ് ഇവരുടെ ഏറ്റവും നല്ല പ്രസൻറ്റേഷൻ എന്ന് എനിക്ക് തോന്നുന്നത് ബില്ല് കൊണ്ടുവരുന്നത്. ആക്ച്വലി ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പേ ഇവരുടെ മുഖം ഇരിക്കുന്നുണ്ടോ, ഇനി എത്ര ആയിരങ്ങൾ ആകുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് മുഖത്ത്.
കഷ്ടകാലത്തിന് അച്ഛൻ സ്പോൺസർ ചെയ്യാമെന്ന് ഏറ്റുപോയി. അതിൻ്റെ റിഗ്രറ്റൊക്കെ ആ മുഖത്ത് നല്ലപോലെ കാണാനുമുണ്ട്. അപ്പോൾ ഇതാ ബില്ല് തുറന്നപ്പോഴത്തേക്കും പെട്ടി തുറന്നപ്പോഴത്തേക്കും ഒരു കമ്പാർട്ട്മെൻറ്റിൽ ജീരകമിഠായും ഒരു കമ്പാർട്ട്മെൻറ്റിൽ പനം കൽക്കണ്ടുമാണ് ഇരുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പ്രസൻറ്റേഷൻ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് എടുത്തിട്ട് പോയി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, ഞങ്ങൾ ടോട്ടൽ ഒരു 9 items ആണ് ഓർഡർ ചെയ്തത്, ഇൻക്ലൂഡിങ് ദ ബ്ലാക്ക് ടീ. അതിന് എല്ലാം കൂടി 3008 rupees ആണ് ആയത്, വിച്ച് ഈസ് എ റീസണബിൾ പ്രൈസ് ഐ ഗസ് ഫോർ എ ബ്രാൻഡ് റെസ്റ്റോറൻറ്റ്, റൈറ്റ്? അപ്പോൾ എത്രയുള്ളൂ. അഡിയോസ്.